കഴിഞ്ഞ ദിവസം എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസത്തെ തലേന്ന് ഒരു പയ്യൻ ഞാൻ അവിടെ രാത്രി പരിപാടിക്ക് വന്നപ്പോഴത്തേക്ക് അതേ സൗണ്ട് അതേ വോയിസ് ശരിക്കും അദ്ദേഹത്തിനെ അനുകരിക്കുന്ന എക്സാക്ട് ഫീലിംഗ് ആയിരുന്നു. ആണോ? അങ്ങനെ ഒരു എക്സാക്ട് ഫീലിംഗ് ഉള്ള ഒരാൾ ഇവിടെ ഉണ്ട്. വിളിക്കട്ടെ? വിളിച്ചോ. ഈ പയ്യന്റെ കാര്യം പറഞ്ഞാല് ഇവൻ സ്കൂൾ വിട്ടിട്ട് നേരെ നമ്മുടെ അടുത്തേക്കാ വന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഇതിനുശേഷം ഇവനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു തിരിച്ച്, നീ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ യൂത്ത് ഫെസ്റ്റിവൽ, അതായത് കേരള സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തതിന് സമ്മാനവും കിട്ടി. അതിനുശേഷം ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആങ്കർ ആയിട്ട് മാറി. ഇപ്പൊ വീട്ടിൽ ഭയങ്കര സ്നേഹം അവനോട്. റിഷാദ് എന്ന് പറയും. ചാണ്ടി സാറിന്റെ ശബ്ദം അതുപോലെ തന്നെ അനുകരിക്കുന്ന ഒരു തന്നെ. റിഷാദേ, ഇതാണ് 8ാം ക്ലാസ്സിൽ ഒളിച്ചോടി പോയിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ നമ്പർ 1 സ്ഥാനം ലഭിച്ച കേരള സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് 1 സ്ഥാനം ലഭിച്ച ആളാ. അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി ഇതേ സൗണ്ട് കേൾപ്പിച്ചിട്ടുണ്ട്, അതേ ശബ്ദം. ആ കൊച്ചു നീയാണല്ലേ? ടിനിച്ചേട്ടന്റെ വരക്കൊണ്ടാ ഞാൻ നന്നായത്. പക്ഷെ ഇന്ന് ഏറ്റവും മികച്ചൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ആങ്കർ ആയിട്ടാണ് ഇവൻ വിലസിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വീട്ടുകാർക്ക് സന്തോഷമുണ്ടല്ലോ. അയ്യോ, ഭയങ്കര സന്തോഷം. ഇപ്പൊ നീ ഇറങ്ങി വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത്? അതെ. അപ്പൊ ചാണ്ടി സാറിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ഉറപ്പായിട്ടും. എല്ലാവർക്കും ഓണാശംസ ഞാൻ നേരുകയാണ്. എനിക്ക് ചാണ്ടിമാനെ വന്ന് ചാണ്ടിമോൻ എപ്പോഴും അങ്ങ് പരാതിയാ. അപ്പൊ ഞാൻ പറയുന്നൊന്നും കേൾക്കൂലല്ലോ, അല്ലയോ? അങ്ങനെ ഉണ്ടോ? ഉണ്ട്. അതെന്താ അങ്ങനെ? അങ്ങനെയാ. എന്തുകൊണ്ടാ ഞാൻ മോൻ പറയുന്നൊന്നും കേൾക്കാത്ത? നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരോട് മാത്രമേ അങ്ങനെ പറ്റൂ. ആന്നോ? അന്ന് എനിക്ക് ചാണ്ടിമോൻ ഒരു വാക്ക് തന്നിരുന്നു. അപ്പ നോക്കിയതുപോലെ എന്റെ മക്കളെ എല്ലാവരെയും നോക്കുന്നല്ലയോ? തീർച്ചയായിട്ടും നോക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അവനൊന്ന് ഹഗ് ചെയ്തേ അപ്പേ. കൗണ്ടർ അടിക്കുന്ന ആളാണ്. ഒരു കല്യാണക്കാരൻ ചോദിച്ചിട്ട് തിരിച്ചടി കിട്ടിയതാണ്. ആ കാര്യത്തിൽ മാത്രമേ കൗണ്ടർ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും, ഒറ്റത്തടിയോടെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കല്യാണം കഴിക്കണം. കഴിക്കുവോ? ആയിക്കോട്ടെ. അയ്യോ ബിസി മിസ് ചെയ്യുന്നുണ്ടോ എന്നെ? തീർച്ചയായിട്ടും. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാവാണ്. അതായത് ഇവിടെ ഒരു തർക്കം നടന്നു. 2 സർക്കാരത്തിൻ്റെ 2 യാത്രകൾ. ഒന്ന് VS-ൻ്റെ, ഒന്ന് ഉമ്മൻചാണ്ടിയുടെ. ഏതാണ് വലുതെന്ന് തർക്കം വന്നു. 2ഉം വലുതായിരുന്നുള്ള സത്യം കേരളത്തിൽ ഇനി അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ്. പക്ഷെ എന്നെ മിസ് ചെയ്യണ്ട, എപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ. താങ്ക് യു. എടാ, കൈ തോക്കട്ടെ ശാലം ദൂരോട്ട്. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഒരാളെ ശരിക്കും മിസ് ചെയ്യുന്നത് ശ്രീ കോട്ടയം നസീർ. അദ്ദേഹം എന്റെ ഫാദർ മരിച്ചതിന് ശേഷം അദ്ദേഹം പ്രതിജ്ഞ എടുത്തു അദ്ദേഹത്തെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോട്ടിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു അത് ചെയ്യരുത്, അപ്പൊ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അതിനൊരു കാരണം കൂടി ഉണ്ട്. ഇവനൊക്കെ ഇറങ്ങിയതുകൊണ്ട് ആ ഒരു പേടിയും കൊണ്ടും കറക്റ്റായിട്ട് ചെയ്യുന്നവർ വന്നപ്പോഴേ. അല്ല PC സാറേ, വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ കോട്ടയത്തുള്ള മിമിക്രി കലാകാരന്മാരെല്ലാവരോടും കൂടിയിട്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ നസീർക്ക് ഉൾപ്പെടെ പ്രചോദനം ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? പ്രചോദനം ഉണ്ടായിരുന്നു. കുറെ കലാകാരന്മാരെല്ലാവരും ഇരുന്നിട്ട് ഉമ്മൻചാണ്ടി സാറുമായിട്ട് കുറച്ചൊരു ചെറിയ സംവാദം പോലെ അമൃത TVക്ക് വേണ്ടി തന്നെ അദ്ദേഹം നസീർക്കയോട് പറഞ്ഞത് ഇപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്നെ നന്നായിട്ട് അനുകരിക്കുന്നതിൽ ഒരാളാണ് നസീർക്ക എന്ന് പറയുന്നതും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹത്തെ അനുകരിക്കുന്നത്. അതേ വാക്ക് തന്നെയാണ് ഇപ്പൊ മകൻ ഒരുപക്ഷെ ആ ഇന്റർവ്യൂ അങ്ങ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ അതേ വാക്ക് തന്നെയാണ് അങ്ങും പറഞ്ഞിരിക്കുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട് നമുക്ക്.